ഭണ്ഡാസുരവധം എന്നുള്ള പ്രകരണത്തിൽ ദേവി തൻ്റെ യുദ്ധസന്നാഹങ്ങളോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് വർണ്ണിക്കപ്പെട്ടു. ഗേയചക്രം, കിരിചക്രം, കർണീരഥം എന്ന് പറയുന്ന ബാലയുടെ രഥം, ശ്രീചക്രരാജരഥം എന്നൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ച വലിയ വലിയ വിന്ധ്യപർവ്വതം, ഹിമാചല പർവ്വതം, ഇതൊക്കെ ഓരോന്നായിട്ട് സ്ഥലം മാറി സഞ്ചരിക്കുകയാണോ എന്ന് തോന്നും. അതുപോലെ ദേവന്മാരൊക്കെ ദേവദുന്ദുഭികളൊക്കെ മുഴക്കി ഹർഷാരവം ചെയ്തു. എല്ലാവരും ആകാശത്ത് നിന്ന് മംഗളമായ പുഷ്പവൃഷ്ടി ഉണ്ടായി. നാരദാദി മഹർഷികളൊക്കെ അനേക ദിവ്യനാമങ്ങളെ ചൊല്ലി സ്തുതിച്ചു. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സന്തോഷം ഒരു ഹർഷാരവമായിട്ട് പ്രകടമായി. അങ്ങനെ ദേവി ഒരു സകല മംഗളങ്ങളുടെയും സൂചനയായിട്ട് യുദ്ധത്തിൽ ജയിക്കും എന്നുള്ള മട്ടിൽ പുഞ്ചിരിയോടുകൂടി എല്ലാവരുടെയും കൂടെ ദേവി യുദ്ധത്തിന് പുറപ്പെട്ടു. അതേസമയം ഇതിന് നേരെ എതിരായിട്ടുള്ള കാഴ്ചകളാണ് അത്രയും കാലം സുഖമായിട്ട് ജീവിച്ചിരുന്ന ഭണ്ഡാസുരന് ഉണ്ടായത്. അവിടെ പെട്ടെന്ന് ആകാശത്തിൽ ധൂമകേതുക്കളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീണു. പ്രതീക്ഷിക്കാതെ പുക പോലത്തെ, എവിടെ നോക്കിയാലും പുക മൂടിയതുപോലത്തെ ഒരു അന്തരീക്ഷം കാണപ്പെട്ടു. യാഗാദികളൊക്കെ ചെയ്യുമ്പോൾ അതിന് തടസ്സങ്ങൾ ഉണ്ടായി. അതുപോലെ മഴ പെയ്യുമ്പോൾ കറുത്ത വസ്തുക്കളൊക്കെ വീണു. ചെന്നായ്ക്കളൊക്കെ വല്ലാണ്ട് ഊളിയിട്ടു. പ്രേതം ബാധിച്ചതുപോലത്തെ ഒരു അന്തരീക്ഷമുണ്ടായി. അശുഭമായ എല്ലാ ശകുനങ്ങളും അവിടെ കാണപ്പെട്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഭണ്ഡാസുരൻ ശങ്കിച്ചു. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, എന്താ ഇതിന് കാരണം എന്നുള്ള രീതിയിൽ ഒരു മന്ത്രാലോചന തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചുകൂട്ടി. വിശുക്രൻ, വിഷങ്കൻ, കുടിലാക്ഷൻ എന്നൊക്കെ പറയുന്നവരൊക്കെ വിളിച്ചുകൂട്ടി. അങ്ങനെ ഇതിന് കാരണം ആരാഞ്ഞു. അപ്പോഴാണ് ഈ വൃത്താന്തങ്ങളൊക്കെ അയാൾ മനസ്സിലാക്കിയത്. ഇങ്ങനെ ലളിതാ പരമേശ്വരി അയാൾക്കെതിരായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നും അനേക കോടി ശക്തിസേനകൾ അയാൾക്കെതിരായിട്ട് കൂടിയിട്ടുണ്ടെന്നും അതിൽ മന്ത്രിണി, ദണ്ഡിനി, അശ്വാരൂഢ, സമ്പത്കരി ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ടവരെന്നൊക്കെ അയാൾ മനസ്സിലാക്കി. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചു. വിശുക്രൻ, വിഷങ്കൻ ഇവർ രണ്ടുപേരാണ് അനിയന്മാർ. അതിൽ വിശുക്രൻ തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മൾക്ക് അസുരനെ ദേവെന്നാണ് വിളിക്കുന്നത്. നമുക്കിതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്രയോ മഹാരഥന്മാരെയൊക്കെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങയുടെ പുത്രരായ ഭണ്ഡപുത്രർ എത്രയോ ദേവന്മാരെയും എത്രയോ രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ടുള്ള ചരിത്രങ്ങൾ നമുക്കുണ്ട്. സാക്ഷാത് പരമേശ്വരൻ നമ്മളെ പേടിച്ചാണ് ഓടിപ്പോയത്. അതൊക്കെ അവൻ പറയുകയാണ്. അതുപോലെ മഹാവിഷ്ണുവും അങ്ങനെയാണ്. ബ്രഹ്മാവ് നമ്മുടെ അടുത്ത് നിന്ന് അടികൊണ്ടു, പിന്നീട് എവിടേക്കോ പോയി ചികിത്സിച്ചാണ് നേരെയായതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ ഓടി ഒളിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സ്ത്രീകൾ മാത്രം സാരി ചുറ്റിയ കുറേ ആൾക്കാരാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത്. അവരെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ സേനയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളെ പറഞ്ഞു വിടണം. എന്നിട്ട് ആ ലളിത എന്ന് പറയുന്നവരെ അവരുടെ മുടി പിടിച്ച് നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് വളരെ ഡംഭത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി അയാൾ പറഞ്ഞു. വിഷങ്കൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ആലോചനയുള്ള ആളാണ്. അയാൾ എണീറ്റു. അയാൾ സവിനയം പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ശത്രുക്കളുടെ ശക്തിയെ ഒരിക്കലും കുറച്ച് കണക്കാക്കരുത്. ഇങ്ങനെ നമ്മുടെ വംശത്തിൽപ്പെട്ട പണ്ട് ബലിചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ ബ്രാഹ്മണകുമാരൻ വന്നു, ചെറിയ കുട്ടി, ഉയരമില്ല, വാമനൻ. അയാളെ തെറ്റിദ്ധരിച്ചു, അയാൾക്ക് ശക്തിയില്ല എന്ന് വിചാരിച്ചു.
ആ വാമനൻ ഇദ്ദേഹത്തോട് യാചകം ചെയ്തു. അങ്ങനെ വീണ്ടും വിചാരമില്ലാതെ നമ്മുടെ മഹാബലി ചക്രവർത്തി ദാനത്തിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാമനൻ ത്രിവിക്രമാവതാരം എടുത്തു. 3 ലോകങ്ങളെയും തൻ്റെ കാലുകൊണ്ട് അളന്നു. അങ്ങനെ ഇത് മുഴുവൻ നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് ദാനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ മഹാബലി ചക്രവർത്തി പാതാളത്തിലേക്ക് പോകേണ്ടി വന്നു. ഒരു വരാഹമാണെന്ന് വിചാരിച്ചു ഹിരണ്യാക്ഷൻ. ആ വരാഹം കൊണ്ടാണ് അയാൾക്ക് നാശമുണ്ടായത്. നമ്മുടെ ഇതേപോലത്തെ മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരൻ ഇതുപോലെയാണ് അയാൾക്ക് നാശം സംഭവിച്ചത്. ഹിമാലയത്തിൽ ഏതോ ഒരു അബലയായ സ്ത്രീ ഉണ്ടെന്നും അവരെ മഹിഷാസുരൻ പ്രാപിക്കണമെന്നും പറഞ്ഞപ്പോൾ അയാൾ സ്ത്രീയാണെന്ന് ധരിച്ചു. പക്ഷേ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് അയാളുടെ നാശം ഉണ്ടായത്. ഇതുപോലെ എത്രയും ഉദാഹരണങ്ങളുണ്ട്. നമ്മളതുകൊണ്ട് ഇതിൽ ഒന്നും കൂടി ചിന്തിക്കണം. നമ്മുടെ ചാരന്മാരെയൊക്കെ അവിടെ പറഞ്ഞു വിടണം. അവരുടെ യഥാർത്ഥമായ ശക്തി എന്താണെന്ന് നമ്മൾ അറിയണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു പടയൊരുക്കങ്ങളാണ് വേണ്ടത്. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് അയാൾ പറഞ്ഞു. ഈ ഭണ്ഡാസുരന് എടുത്ത വഴിക്ക് ഇയാളുടെ അഭിപ്രായങ്ങൾ സമ്മതിക്കാൻ മനസ്സുണ്ടായില്ല. ഡംഭം, അഹങ്കാരത്തിൻ്റെ ഒരു ഭാവമാണ് അയാൾ. അങ്ങനെ ഭണ്ഡാസുരൻ തൻ്റെ സേനാനായകനായ കുടിലാക്ഷനെ വിളിച്ചു. ഒരേ കുടിലാക്ഷ, ഒരു 100 അക്ഷോഹിണി സേന, ഒരു സ്ത്രീയെ പിടിക്കാൻ ഏകദേശം 20 ലക്ഷം ആൾക്കാരെയാണ് അയാൾ ആദ്യം തന്നെ പറയുന്നത്. അവരെ നീ പറഞ്ഞയക്കണം, അവരെ പിടിച്ചുകൊണ്ട് വരണം പറ്റിയാൽ. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അവരെ കൊല്ലണം. അതുമാത്രമല്ല, ഇവരൊക്കെ മന്ത്രശക്തികളൊക്കെ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് ദുർമന്ത്രവാദം, അഭിചാരഹോമങ്ങൾ ഇതൊക്കെ ചെയ്യണം. ധാരാളം ആൾക്കാരെ വിളിച്ചുകൂട്ടി അവർക്കെതിരായിട്ടുള്ള ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ കൽപ്പിക്കുകയാണ്. അങ്ങനെ ഭണ്ഡാസുരനും തൻ്റെ ഭാഗത്ത് യുദ്ധത്തിന് തയ്യാറായി എന്നുള്ളതാണ് അടുത്ത ദിവസം ഉണ്ടായ സംഭവം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.